രണ്ടാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഈ വേദിയിൽ കണ്ടുമുട്ടുന്നത്. ചില ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ശബ്ദമില്ലാത്തൊരു സാഹചര്യത്തിൽ സംസാരിക്കാൻ വയ്യാതായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം മാറിയിട്ടുണ്ട്. ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷതകളുള്ള രണ്ടാഴ്ചയാണ് കടന്നുപോയത്. ഡിസംബർ 8-ന് ഇതിൻ്റെ കഴിഞ്ഞ എപ്പിസോഡ് ചെയ്യുമ്പോൾ സെൻസെക്സ് 70,000-നും നിഫ്റ്റി 20,900-നും താഴെയായിരുന്നു. അതിനുശേഷം രണ്ട് സൂചികകളും പുതിയ റെക്കോർഡുകളൊക്കെ കുറിച്ച് വലിയ കയറ്റം കാണിച്ചു. ചില ഹ്രസ്വ തിരുത്തലുകളും വിപണിയിലുണ്ടായി. ഇത്തരം കയറ്റിറക്കങ്ങൾക്കെല്ലാം ശേഷം ഇപ്പോൾ വർഷാന്തത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അമിതമായ വേഗത്തിലല്ലാത്ത കയറ്റം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് വിപണി ഉയർന്നു നീങ്ങുകയാണ്. ഇന്ന് ഏതാണ്ട് 0.4% ഉയർച്ച വിപണിക്കുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും അതുപോലെ തന്നെ ഉയർച്ച കാണിച്ചിരുന്നു. ഇന്ത്യൻ വിപണിയിൽ മാത്രമല്ല ആഗോള വിപണികളിലും ഈ ദിവസങ്ങളിലെല്ലാം വലിയ ചലനങ്ങളുണ്ടായി. അമേരിക്കൻ വിപണിയിലെ സൂചികകൾ 3 സൂചികകളും റെക്കോർഡ് നിലവാരത്തിൽ എത്തി നിൽക്കുകയാണ്. ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് അവ പോകുമോ അതോ ഇനിയൊരു തിരുത്തലിൻ്റെ ഘട്ടമായിരിക്കുമോ എന്നൊക്കെയുള്ള തർക്കവിതർക്കങ്ങൾ ഇങ്ങനെ വിപണികളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ്. ചിലരൊക്കെ ഇന്ത്യയിലെ ഒത്തിരിയേറെ ഓഹരികൾ അമിതമായ വിലയിലാണ് എന്ന് പറഞ്ഞ് നിക്ഷേപകരെ സംഭ്രമിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചില ഓഹരികൾ അങ്ങനെ ആണെന്നുള്ളതും ശരിയാണ്. അവയുടെ അടുത്ത വർഷത്തെയോ അതിനപ്പുറത്തെ വർഷത്തെയോ ലാഭത്തിൽ നിന്ന് ലാഭത്തിന് ആനുപാതികമായ അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ലാഭത്തെക്കാളും വളരെ കൂടിയ തോതിലാണ് അതിൻ്റെ ഓഹരി വിലകളൊക്കെ ഉയർന്നു നിൽക്കുന്നത്. അത്തരം ഓഹരികളെ പ്രത്യേകം ശ്രദ്ധിച്ച് കരുതൽ എടുക്കേണ്ടത് നിക്ഷേപകരുടെ കടമയാണ്. അതേസമയം ബുൾ വിപണികളിലെല്ലായ്പ്പോഴും പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്കുള്ള കയറ്റം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതിന് തക്ക ഫണ്ടമെൻ്റൽസും അതിന് തക്ക ബിസിനസ്സും ഉള്ള കമ്പനികളായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ബിസിനസ് വളരും, ബിസിനസ്സിൻ്റെ കാര്യത്തിൽ വലിയ പുരോഗതി ഉണ്ടാകാൻ പോകുന്നു എന്നൊക്കെയുള്ള ധാരണ വിപണിയിൽ പരക്കുമ്പോഴാണ് ഒരുപക്ഷെ അമിതമെന്ന് പലർക്കും തോന്നാവുന്ന രീതിയിൽ വില കയറി പോകുന്നത്. അത് ശ്രദ്ധാപൂർവം നിരീക്ഷിച്ച് വേണ്ടത് ചെയ്യുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഏതായിരുന്നാലും ഇതെല്ലാം വില കൂടുതലാണേ എന്ന് കേട്ട് വിറ്റൊഴിയാനോ അല്ലെങ്കിൽ ഇനി ഈ വിപണിയിൽ ഇപ്പോൾ ഇറങ്ങുന്നത് അപകടകരമാണ് എന്ന് കരുതി മാറി നിൽക്കാനോ ഒന്നുമുള്ള സാഹചര്യമില്ല. ആരോഗ്യകരമായൊരു വിപണിയിൽ എല്ലാത്തരം അഭിപ്രായങ്ങളും ഉണ്ടാകും. ആ അഭിപ്രായങ്ങളെ വിപണിയിൽ കുറേ പേര് സ്വീകരിക്കും, കുറേ പേര് തള്ളിക്കളയും. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒന്നാണ് വിപണി. ഏതായിരുന്നാലും ആ വിപണിയുടെ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാൻ അടുത്ത വർഷത്തിലും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ തന്നെ ചില ആശങ്കകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആഗോള വിപണികളിൽ പലയിടത്തും താഴ്ച ദൃശ്യമായിരുന്നപ്പോൾ യൂറോപ്പ് കഴിഞ്ഞ 2 ദിവസമായിട്ട് താഴ്ചയിലാണ്. ഏഷ്യൻ വിപണികളും ഇന്ന് താഴ്ചയിലാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇന്ത്യൻ വിപണി ഇന്ന് താഴോട്ട് പോകും എന്ന ധാരണ പലർക്കും ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അങ്ങനെ ഒരു ധാരണയെ ശരിവയ്ക്കുന്ന രീതിയിലാണ് വിപണി പ്രവർത്തിച്ചത്. കുറേ നേരം ഏതാണ്ട് 3/4 മണിക്കൂറോളം ചാഞ്ചാടുകയായിരുന്നു വിപണി. അതിനുശേഷമാണ് സാവധാനം ഉയർന്നതും പിന്നീട് 0.4% നേട്ടത്തിൽ വിപണി അവസാനിച്ചത്. ഇന്ന് ഇന്ത്യൻ വിപണിയിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ട 2 ഓഹരികൾ ബജാജ് ഫിനാൻസും RBL ബാങ്കുമാണ്. ബജാജ് ഫിനാൻസ് വഴിയാണ് RBL ബാങ്കിൻ്റെ കുറേ ക്രെഡിറ്റ് കാർഡുകൾ വിൽപ്പന. ഏതാണ്ട് RBL ബാങ്ക് നൽകുന്ന ക്രെഡിറ്റ് കാർഡുകളുടെ 65% ബജാജ് ഫിനാൻസുമായി ചേർന്ന് നൽകുന്നതാണ്. ഈ കോ ബ്രാൻഡഡ് ഇടപാടുകളിൽ കോ ബ്രാൻഡിങ്ങിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് കണ്ടെത്തി. അതേ തുടർന്ന് ഇതിന് ഇങ്ങനെ കോ ബ്രാൻഡിങ് നടത്തി ക്രെഡിറ്റ് കാർഡുകൾ നൽകുന്നതിനുള്ള അനുമതി 1 വർഷത്തേക്ക് മാത്രം നീട്ടി. 1 വർഷത്തിന് ശേഷവും കാര്യങ്ങൾ മെച്ചപ്പെട്ടില്ലെങ്കിൽ അനുമതി റദ്ദാക്കും എന്നാണ് അതിൻ്റെ അകത്ത് സൂചന. അപ്പോൾ ബജാജ് ഫിനാൻസും അതുമായിട്ട് ബന്ധപ്പെട്ട ബജാജ് ഫിൻസർവും ഇന്ന് ഓഹരികളുടെ വില താഴോട്ട് പോയി. RBL ബാങ്കിനും വില അല്പം താഴോട്ട് പോയി.
അപ്പോൾ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നൽകുന്നതിൽ പാലിക്കേണ്ടതായ മാനദണ്ഡങ്ങളും KYC നിബന്ധനകളുമൊക്കെ കൃത്യമായിട്ട് പാലിച്ചില്ല എന്നാണ് ഇതിനെ സംബന്ധിച്ചുള്ള ആക്ഷേപം. അപ്പോൾ അത് ഇരു ധനകാര്യ സ്ഥാപനങ്ങളുടെയും കാര്യങ്ങൾക്ക് ഒരു ഇന്ന് ക്ഷീണം നേരിട്ടു. അല്ലെങ്കിൽ തന്നെയും കുറച്ച് ദിവസങ്ങളായിട്ട് ബാങ്കിങ് മേഖലയിലും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെ മേഖലയിലും റിസർവ് ബാങ്ക് കടുത്ത നടപടികൾ എടുത്തു വരികയാണ്. പലരും കിട്ടാക്കടങ്ങളാകുന്ന ഇതുകളൊക്കെ കിട്ടാക്കടങ്ങളല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് മറ്റ് രീതിയിൽ വളഞ്ഞ വഴിയിൽ അവർക്ക് വായ്പ നൽകുകയൊക്കെ ചെയ്യുന്ന രീതികളുണ്ട്. ഉദാഹരണമായിട്ട് ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം കുറേ കാലമായിട്ട് രാജ്യത്തുണ്ട്. അപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് വായ്പയെടുത്ത കമ്പനിക്ക് ക്ഷീണമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കമ്പനി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ടെങ്കിൽ അതിലേക്ക് ഈ ബാങ്കോ അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനമോ ഗണ്യമായൊരു തുക നൽകുന്നു. ആ തുക ഈ ആദ്യത്തെ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടതിനോളം എങ്കിലും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഈ ബാങ്കിന് പണം നൽകുന്നു, അവർ തിരിച്ചടച്ചതായിട്ട് രേഖയുണ്ടാക്കുന്നു. പക്ഷേ ആൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വഴി ഇതിൻ്റെ ബാധ്യത പഴയ സ്ഥാപനത്തിന് നിലനിൽക്കുന്നു. ബാങ്കിനെ സംബന്ധിച്ചും പണം അപ്പുറത്ത് ഈ ആദ്യം വായ്പ എടുത്തവരുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ കൃത്രിമ മാർഗത്തിലൂടെ കടങ്ങളെല്ലാം ഓക്കെയാണ് എന്ന് വരുത്തി തീർക്കുന്നതിനെതിരെ റിസർവ് ബാങ്ക് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നടപടികൾ എടുത്തു വരികയാണ്. പല ബാങ്കുകളുടെയും നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളുടെയൊക്കെ ഓഹരികൾ അതേ തുടർന്ന് കുറേയേറെ താഴ്ത്തേണ്ടി വന്നു. ഒത്തിരി സ്ഥാപനങ്ങൾ അതനുസരിച്ച് പുതിയ വകയിരുത്തലുകൾ, ഒരു വായ്പയ്ക്ക് വരാവുന്ന നഷ്ടസാധ്യത കണക്കാക്കിക്കൊണ്ട് മൂലധനം നീക്കിവെക്കുന്ന ആ വകയിരുത്തൽ പ്രക്രിയ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഇവയുടെയൊക്കെ 3-ാം ക്വാർട്ടറിൻ്റെ റിസൾട്ടുകൾ വരുമ്പോൾ അല്പം ക്ഷീണം കാണുകയും ചെയ്യാം. പക്ഷേ ആരോഗ്യകരമായൊരു ധനകാര്യ മേഖലയുടെ പുരോഗതിക്ക് അത്തരം കർശന നടപടികൾ ആവശ്യമാണ് എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. ഇന്ന് പ്രതിരോധവുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ ഓഹരികൾക്കൊക്കെ നല്ല നേട്ടമായിരുന്നു. പ്രത്യേകിച്ചും ഷിപ്പ് ബിൽഡിങ്ങുമായിട്ട്, കപ്പൽ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് 7% ഉയർന്നു, ഗാർഡൻ റീച്ച് 7% ഉയർന്നു, മസഗോൺ ഡോക്ക് 8% ഉയർന്നു. ഇവയെല്ലാം വലിയ തോതിലുള്ള കോൺട്രാക്റ്റുകൾ ഈ മേഖലയിൽ ഈ കമ്പനികൾക്കൊക്കെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ ഓർഡറുകൾ നൽകാൻ നാവികസേന അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതാണ് വാർത്തയുടെ കാര്യം. ഇന്ന് സ്പെഷ്യാലിറ്റി കെമിക്കലുകൾ നിർമ്മിക്കുന്ന നിരവധി കമ്പനികളുടെ ഓഹരികൾക്ക് വലിയ കുതിപ്പുണ്ടായി. സ്പെഷ്യാലിറ്റി കെമിക്കൽ മേഖലയിൽ വലിയ ഓർഡറുകൾ പുറത്തുനിന്ന് ലഭിക്കും എന്നാണ് ഒരു റിപ്പോർട്ട്. ആൽക്കൈൽ അമീൻസ്, ബാലാജി അമീൻസ്, ടാറ്റ കെം, SRF തുടങ്ങിയ കമ്പനികളെല്ലാം വലിയ നേട്ടം 8%, 9% നേട്ടത്തിലാണെന്ന് ക്ലോസ് ചെയ്ത് ദീപക് നൈട്രേറ്റും അതിൻ്റെ അകത്ത് പെടുന്നു. അപ്പോൾ അത്തരം കമ്പനികളൊക്കെ ഇന്ന് വലിയ നേട്ടത്തോടു കൂടി വിപണിയിൽ പ്രവർത്തിച്ചു, ക്ലോസ് ചെയ്തു. ജയകുമാർ ഇൻഫ്ര എന്ന് പറയുന്ന കമ്പനി ഇന്ന് 20% നേട്ടമുണ്ടാക്കി. അതുകൊണ്ട് ആ കമ്പനിയുടെ ഓഹരി വില ഇരട്ടിച്ച് 720 രൂപയാകുമെന്ന രീതിയിൽ CLSI എന്ന വിദേശ ബ്രോക്കറേജ് റിപ്പോർട്ട് നൽകി എന്നതാണ് പ്രധാന കാര്യം. മെട്രോ റെയിലുകളും മറ്റും നിർമ്മിക്കുന്നതിലും വേറെ അതുപോലുള്ള അർബൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിലും പ്രാവീണ്യമുള്ള കമ്പനിയാണ് ജയകുമാർ. അപ്പോൾ അവർക്ക് കുറേയേറെ ഈ വർഷം ഇതുവരെ തന്നെ 8,800 കോടിയിൽ പരം രൂപയുടെ കോൺട്രാക്റ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനിയും കുറേയേറെ കോൺട്രാക്റ്റുകൾ ലഭിക്കുമെന്നൊക്കെയുള്ളതാണ് സൂചന. ഇതേ തുടർന്നാണ് CLSI ഇങ്ങനെ ഉയരുമെന്നുള്ള റിപ്പോർട്ട് നൽകിയത്. ഏതായിരുന്നാലും ഇന്ന് വിപണിയിൽ 20% നേട്ടത്തോടു കൂടിയാണ് ജയകുമാർ ഇൻഫ്രയുടെ ഓഹരികൾ ക്ലോസ് ചെയ്തത്. റിലയൻസ് ഇൻഡസ്ട്രീസും അമേരിക്കയിലെ വാൾട്ട് ഡിസ്നി കമ്പനിയും മാധ്യമ മേഖലയിൽ കൈകോർക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ മാധ്യമ മേഖലയിലെ ഒരു വലിയ കുത്തകയായിട്ടായിരിക്കും ഇവർ രംഗത്ത് വരിക. 51% ഓഹരി മുകേഷ് അംബാനിയുടെ റിലയൻസും 49% ഓഹരി ഡിസ്നിയും വഹിക്കുന്ന രീതിയിലാണ് സംയുക്ത കമ്പനി വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ സ്റ്റാർ നെറ്റ്വർക്ക്, അത് ഡിസ്നിയുടെ ഇന്ത്യയിലെ പ്രസ്ഥാനമാണ്. സ്റ്റാർ നെറ്റ്വർക്കിലുള്ള ചാനലുകളും സർവീസുകളും ഇനി ഈ പുതിയ കമ്പനിയിലായിരിക്കും. അതുപോലെ വയാക്കോം 18 നെറ്റ്വർക്ക് 18 എന്നും മറ്റും അറിയപ്പെടുന്ന വയാക്കോം 18ൻ്റെ
കീഴിലുള്ള ചാനലുകൾ രണ്ടും കൂടി വരുമ്പോൾ ഏതാണ്ട് 100-ലേറെ ചാനലുകൾ ഉള്ളതാണ് ഈ നെറ്റ്വർക്കുകൾ രണ്ടും കൂടെ. അപ്പോൾ അത് ഇന്ത്യയിലെ ടെലിവിഷൻ വ്യൂവേഴ്സിലെ വലിയൊരു സംഖ്യയെ ഇവരുടെ നിയന്ത്രണത്തിലാക്കും. ഇതോടൊപ്പം തന്നെ ഡിസ്നി ഹോട്ട്സ്റ്റാറും ജിയോ സിനിമയും അടക്കമുള്ള OTT പ്ലാറ്റ്ഫോമുകളും ഇവരുടെ സ്ട്രീമിംഗ് വീഡിയോ പ്ലാറ്റ്ഫോമുകളും ഇവരുടെ കുത്തകയായിട്ട് വരും. അപ്പോൾ അതോടുകൂടി ഇന്ത്യയിൽ വിനോദം അടക്കമുള്ള മാധ്യമ മേഖല വലിയ ഒരു ശക്തിയുടെ കീഴിലാവും. അതുപോലെ തന്നെ മറ്റൊരു ശക്തിയായിട്ട് വളരാനാണ് എൻ്റർപ്രൈസ് സിയും അതുപോലെ ഇവരുടെ കമ്പനി സോണിയും ആലോചിക്കുന്നത്. സോണി ലയനം വന്നു കഴിഞ്ഞാൽ അവർക്കും ഏതാണ്ട് 100ഓളം ചാനലുകളുള്ള ഒന്നായിരിക്കും അവരുടെ സംയുക്ത കമ്പനി. പക്ഷേ ഇപ്പോഴത്തെ നിലയിൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് ഉള്ളത് സ്റ്റാർ നെറ്റ്വർക്കിനും വയാകോമിനും ഒക്കെയാണ്. അപ്പോൾ സ്റ്റാർ നെറ്റ്വർക്കിൻ്റെയും ഇതിൻ്റെയും അതുപോലെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ, ജിയോ സിനിമ ഇവയുടെയും ഒരു സംയുക്ത കമ്പനി എന്ന് പറയുന്നത് ഇന്ത്യയുടെ എൻ്റർടൈൻമെൻറ്റ് ഉല്ലാസ മേഖലകളിലെല്ലാം വലിയ മാറ്റങ്ങൾ വരുത്തും. ടെലിവിഷൻ പ്രേക്ഷകരും സിനിമാ പ്രേക്ഷകരുമൊക്കെ എന്ത് കാണണം, എന്ത് രസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഏതാനും ചിലരുടെ മനോഗതം അനുസരിച്ചിരിക്കും, അവരുടെ താല്പര്യങ്ങളനുസരിച്ചിരിക്കും എന്നുള്ള വസ്തുതയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് കാണേണ്ടത്. ഇന്ന് ഈ കഴിഞ്ഞ ആഴ്ച IPO നടത്തിയ ചില കമ്പനികൾ ലിസ്റ്റ് ചെയ്തു. അതിൽ കേരളത്തിൽ നിന്നുള്ള മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിൻ്റെ മുത്തൂറ്റ് മൈക്രോഫിൻ ഉണ്ടായിരുന്നു. മുത്തൂറ്റ് മൈക്രോഫിന് 291 രൂപയ്ക്ക് നടത്തിയ ഇഷ്യൂവിൽ ഷെയർ ലിസ്റ്റ് ചെയ്തപ്പോൾ 5% താഴ്ന്ന് 275 രൂപയ്ക്കാണ് ലിസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. അത് IPO വിലകളൊക്കെ നിശ്ചയിക്കുമ്പോൾ കുറേ കൂടി ഉദാര സമീപനം വേണം എന്നുള്ള പൊതുവായിട്ടുള്ള താല്പര്യത്തിന് അനുസരിച്ച് പെരുമാറിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊക്കെ കാണുന്ന കാര്യം. അതേസമയം ഇന്ന് തന്നെ ലിസ്റ്റ് ചെയ്ത മോട്ടിസൺ ജ്വല്ലേഴ്സ് 85% പ്രീമിയത്തിലാണ് ലിസ്റ്റ് ചെയ്തത്. അപ്പോൾ ലിസ്റ്റ് ചെയ്യുന്നതിൽ വലിയ നേട്ടമുണ്ടാകുന്ന കമ്പനികളുമുണ്ട്, ഇല്ലാത്ത കമ്പനികളുമുണ്ട്. നേട്ടമുണ്ടാകുന്ന രീതിയിൽ കമ്പനിയുടെ ഇഷ്യൂവിന് വില നിശ്ചയിക്കുക എന്നുള്ളത് സാമാന്യഗതിയിൽ കമ്പനികളുടെ എല്ലാം ഒരു ബാധ്യതയാണ്, അതൊരു മര്യാദയുമാണ്. അത് പാലിക്കാത്തവർക്ക് ഇങ്ങനെ തുടക്കത്തിൽ വലിയ നാണക്കേട് സംഭവിക്കും. ഇൻഫോസിസ് ടെക്നോളജീസിന് ഏതാണ്ട് 150 കോടി ഡോളറിൻ്റെ ഒരു കരാർ കിട്ടുവാനുള്ള ധാരണാപത്രം റദ്ദായി എന്നൊരു വാർത്ത കഴിഞ്ഞ 2 ദിവസമായിട്ട് വിപണിയിലുണ്ട്. ആ വാർത്തയെ തുടർന്ന് 10 വർഷം കൊണ്ട് കിട്ടാവുന്ന തുകയാണിത്. ആ വാർത്തയെ തുടർന്ന് ഇന്ന് രാവിലെ ഇൻഫോസിസിൻ്റെ അടക്കം IT മേഖലയുടെ ഓഹരികൾ കുത്തനെ താണു. ഒരവസരത്തിൽ നിഫ്റ്റി IT 1% ഇടിവിലായിരുന്നു. TCS, HCL ടെക് മഹീന്ദ്ര, വിപ്രോ തുടങ്ങിയ എല്ലാത്തിൻ്റെയും ഓഹരികൾ ഏതാണ്ട് 1.5%, 2% ഒക്കെ താഴെയുണ്ടായി. പക്ഷേ പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഈ ഓഹരികൾ മിക്കതും തിരിച്ചു കയറി അവസാനം IT മേഖല 0.4% നഷ്ടത്തിൽ മാത്രമാണ് ക്ലോസ് ചെയ്തത്. പ്രധാനപ്പെട്ട IT ഓഹരികൾ ഇപ്പോഴും താഴ്ന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നതെങ്കിലും ആദ്യത്തെ താഴ്ചയിൽ നിന്ന് ഒത്തിരിയേറെ മാറ്റമുണ്ട്. കുറേ നേട്ടത്തോടു കൂടിയാണ് ക്ലോസ് ചെയ്തത്. ഇന്ന് വിപണിയിൽ ITയും മീഡിയയും മാത്രമാണ് താഴോട്ട് പോയത്. ബാക്കി എല്ലാ മേഖലകളും നേട്ടമുണ്ടാക്കി. ഓയിൽ, ഗ്യാസ്, ഹെൽത്ത് കെയർ, ഫാർമസ്യൂട്ടിക്കൽസ്, മെറ്റൽ, FMCG, വാഹനങ്ങൾ, ബാങ്കുകളെല്ലാം നല്ല നേട്ടമുണ്ടാക്കി. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസം വന്നത് ഈ ITക്കും മീഡിയയ്ക്കും മാത്രമാണ്. അതുപോലെ മിഡ് ക്യാപ്പ് ഓഹരികളും സ്മോൾ ക്യാപ്പ് ഓഹരികളും ഒക്കെ ഇന്ന് മുന്നോട്ട് പോയി. സ്മോൾ ക്യാപ്പ് ഓഹരികൾ രാവിലെ കുതിച്ചത്രയും പിന്നീട് കുറിച്ചില്ല. 0.14% നേട്ടത്തിലാണ് അവസാനം ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ഷീണത്തിലായിരുന്ന ബാങ്ക് നിഫ്റ്റി ഇന്ന് നേട്ടത്തോടു കൂടി ക്ലോസ് ചെയ്തു. വിപണിയെ സംബന്ധിച്ചിടത്തോളം വിപണി ഈ വർഷം തന്നെ റെക്കോർഡ് നിലവാരത്തിലേക്ക് ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ വയ്യ. ഇന്ന് സെൻസെക്സ് 71,336.8 പോയിൻറ്റിലും നിഫ്റ്റി 21,441.35 പോയിൻറ്റിലുമാണ് ക്ലോസ് ചെയ്തത്. സർവകാല റെക്കോർഡിലേക്ക് അധികം ദൂരമില്ല എന്നുള്ളതാണ് പ്രത്യേകം ഓർക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ സംഭവവികാസങ്ങളൊന്നും വരാനില്ല. അടുത്ത 5-ാം തീയതി ആകുമ്പോൾ ഈ വർഷത്തെ സാമ്പത്തിക വളർച്ച സംബന്ധിച്ച ഒന്നാമത്തെ അഡ്വാൻസ് എസ്റ്റിമേറ്റ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തുവിടും.
കൂടി ഈ വർഷത്തെ സാമ്പത്തിക വളർച്ചയെ സംബന്ധിച്ച പുതിയ പ്രതീക്ഷകൾ നാം എടുക്കുന്നുണ്ട്. എല്ലാവരും 7% ഒരു വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ വർഷം 7.2% വളർന്നതാണ്. ഇത്തവണ തുടക്കത്തിൽ കണക്കാക്കിയത് 6.5% താഴെയായിരിക്കും വളർച്ച എന്നാണ്. പിന്നീട് ഒന്നാം ക്വാർട്ടറിലും രണ്ടാം ക്വാർട്ടറിലും മികച്ച വളർച്ച കാണിച്ചപ്പോഴാണ് ഈ പ്രതീക്ഷ ഉയർത്തിയത്. അപ്പോൾ ആ പ്രതീക്ഷയോട് നീതി പുലർത്തുന്നതാണോ അഡ്വാൻസ് എസ്റ്റിമേറ്റ് എന്നുള്ളത് അടുത്ത വെള്ളിയാഴ്ച, ഈ ആഴ്ചയല്ല അടുത്ത വെള്ളിയാഴ്ച ജനുവരി 5-ാം തീയതി അറിയാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ കണക്കുകളനുസരിച്ചായിരിക്കും ബജറ്റ് ഒക്കെ തയ്യാറാക്കുക. ഫെബ്രുവരി 1-ാം തീയതി അവതരിപ്പിക്കേണ്ട ബജറ്റിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് എത്രമാത്രം GDP കണക്കാക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഈ അടുത്ത വെള്ളിയാഴ്ച പുറത്തു വരും. അതുവരെ വിപണിയെ സംബന്ധിച്ച് വിപണി പ്രതീക്ഷയോടുകൂടി ഈ വർഷം ഇല്ലെങ്കിലും അടുത്ത വർഷം പകുതിയോടുകൂടി പലിശ നിരക്കുകളൊക്കെ കുറഞ്ഞു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുകയാണ്. ആ പ്രതീക്ഷയിലാണ് പല ഓഹരികളും അന്യായവും അമിതവും ഒക്കെ ആയ വിലയിലേക്കെന്ന് വിമർശകർ പറയുന്ന നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഏതായിരുന്നാലും എല്ലാവർക്കും ഒരു നല്ല വർഷം ഉണ്ടാകുന്നതിനുള്ള ആശംസകളോടുകൂടി നമുക്ക് നാളെ വീണ്ടും കാണാം.